എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തില് ആദർശൻ നയനയും കനികയുടെയും ഗോവിന്ദന്റെയും അരിയിലേക്ക് എത്തുവാണ്. അവരെ കണ്ടതും കനയ്ക്കും ഗോവിന്ദനും നന്ദുവിനും ഒക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ പറഞ്ഞു, വാ കേറി വാ മക്കളെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. എന്താണെങ്കിലും വൈകിയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടായത് നല്ല കാര്യമാണെന്ന് പറയാം. അത് മാത്രമല്ല, അതേ കൊണ്ടുപോകാനുള്ള അച്ചാറും പലഹാരങ്ങളും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് ഹോട്ടലിൽ നിന്ന് മേടിച്ച ബുദ്ധിമുട്ടുണ്ടാന്ന് പറയണം. ഇത് കേട്ടിച്ചിപ്പോ ആദർശ് പറഞ്ഞു, മുമ്പൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു യാത്ര പോകാൻ അറിഞ്ഞു കഴിയുമ്പം തന്നെ വീട്ടില് അമ്മ ഇളയമ്മയൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല സ്ഥിതി. പണ്ടത്തെ സ്ഥിതിഗതികളൊക്കെ മാറിയെന്ന് പറയണം. അങ്ങനെ അകത്തേക്ക് കയറി നന്ദു പറഞ്ഞു, ആഹാ യാത്രയൊക്കെ പോവാന്ന് പറഞ്ഞു, പോയിട്ട് വരുമ്പോ എനിക്ക് എന്താ വാങ്ങിച്ചോണ്ട് വരുന്നതെന്ന് ചോദിക്കുക. നായന പറഞ്ഞു, നിനക്ക് കുറച്ച് കളിപ്പാട്ടം വാങ്ങിച്ചോണ്ട് വരാം, അത് മതിയെന്ന് ചോദിക്കും. ഒന്ന് പോയി ചേച്ചി അവിടെ നിന്ന് പറയണം. കനക്ക് കുറച്ച് സന്തോഷമായി. നിങ്ങളിങ്ങനെ യാത്ര പോകാന്ന് അറിഞ്ഞപ്പോ തന്നെ ഇനി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാനായിട്ട് ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അതൊക്കെ ഉണ്ടാവും അമ്മേ, അധികം വൈകാതെ തന്നെ അതൊക്കെ ഉണ്ടാവും എന്ന് പറയാം. ഈ യാത്രയൊക്കെ ഞങ്ങളൊന്ന് കഴിഞ്ഞു വന്നോട്ടെ എന്ന് പറയാം. ഗോവിന്ദൻ പറഞ്ഞു, ഇപ്പോഴെനിക്കൊരു സന്തോഷമായത്. ഇത്രയും കാലം മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇതുവരെയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് കണ്ടിട്ടില്ലോന്ന്. ഇപ്പൊ ആ വിഷമങ്ങളൊക്കെ മാറിയെന്ന് പറയാം. ആദർശം, ഇനി എനിക്ക് ഇവളെ വിഷമിപ്പിക്കാനായിട്ട് പറ്റില്ല. കാരണം ഇത് ഞങ്ങളുടെ കമ്പനിയിലൂടെ എത്ര കോടി രൂപയാണെന്നറിയോ ഇവള് ഞങ്ങൾക്ക് ലാഭമായിട്ട് ഉണ്ടാക്കി തന്നെ. ഇവളോ പ്രതിഫലമായിട്ട് ഒന്നും ഇതുവരെയായിട്ട് വാങ്ങിയിട്ട് പോലും ഇല്ല. ഇവളുടെ സ്നേഹം ഇനിയും കൂടെ കണ്ടിരുന്ന് അടിച്ചിട്ടുണ്ടെങ്കിലേ സാക്ഷാ ദൈവം തമ്പുരാൻ പോലും ഞങ്ങളോട് പൊറുക്കില്ല എന്ന് പറയണം. ആ സമയം കനക പറഞ്ഞു, മോള് വാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാ. ഗോവെന്നും പറഞ്ഞു, എന്നും ഇങ്ങനെ സ്നേഹത്തോടെ നിങ്ങൾ കഴിയുന്ന കാണാനായിട്ടാ ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് പറയാം. ആദർശ് പറഞ്ഞു, അതെനിക്കറിയാം അച്ഛാ, വൈകിയാണെങ്കിലും എനിക്ക് എന്റെ തെറ്റൊക്കെ മനസ്സിലായി. ഞാൻ എത്രമാത്രം അവളെ ദ്രോഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവളോട് അകന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇപ്പോഴെനിക്കൊരു സമാധാനമായെന്ന് പറയാം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അച്ഛന്റെ അമ്മയുടെ ഒക്കെ ആഗ്രഹം പോലെ നല്ല രീതിയിൽ തന്നെ ഞങ്ങള് ഇപ്പം മുന്നോട്ട് ജീവിക്കണമെന്ന് പറയാം. ആ സമയം ഓരോന്നൊക്കെ ആലോചിച്ച് പറക്കി സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുവാണ് അനാമിക. അനാമികയുടെ അടുത്തേക്ക് അപ്പോഴേക്കും രേവതി വന്നെത്തി. രേവതി വന്നെത്തിയോടെ അനാമിക ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ്. എന്നിട്ട് പറഞ്ഞു, ഇവിടെയാണെങ്കിൽ ഹണിമൂൺ ട്രിപ്പ് പോകാണ്ട് തയ്യാറായിട്ട് ചിലരൊക്കെ അവരുടെ വീട്ടിലേക്ക് പോയേക്കുക. പോയിട്ട് വന്നിട്ട് നാളെ ഹണിമൂൺ ട്രിപ്പ് പോവാ അമ്മേ, അതിന്റെ സന്തോഷത്തിലാന്ന് പറയും. മോളെ മോൾ എന്തിനാ വിഷമിക്കണേ, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയും. നടക്കാൻ പോകുന്ന കാര്യല്ലേ, അതെന്താ അമ്മ പറഞ്ഞേ? അതിനൊക്കെയുള്ള വഴിയും കൊണ്ട് ഈ അമ്മ വന്നേക്കുന്നേ. എന്റെ അടുത്താണ് അവരുടെ കളി. എന്റെ അമ്മേ, അറിയാഞ്ഞിട്ടാ അവറ്റകളെ. അറിയാലോ നയനയുടെ സ്വഭാവം എത്രമാത്രം വൃത്തികെട്ടാന്ന്. തർക്കുത്തരം മാത്രമേ പറയത്തുള്ളൂ. ഇതുപോലെ തർക്കുത്തരം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വല്യമ്മയുടെ അടി അവരുടെ കർണത്ത് വീണേന്ന് പറയാം. അതൊക്കെ ശരിയാ മോളെ, മോൾക്കറിയാലോ നമ്മുടെ കള്ളത്തരം എങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെ പിന്നെ ഇവിടെ മോൾക്ക് ഒരു വില ഉണ്ടാകത്തില്ല. മോള് പിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താവും. അതിനു മുമ്പ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങണമെന്ന് പറയാം. അതൊക്കെ എനിക്കറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അതിനൊക്കെയുള്ള മാർഗമായിട്ട് അമ്മ വന്നേക്കുന്നേ. നീ എന്തിനാ വിഷമിക്കണേ? പിന്നെ നിന്റെ സൈഡ് ഇവിടെ നിൽക്കാനായിട്ട് നിന്റെ വല്യമ്മ അമ്മയൊക്കെ ഇല്ലേന്ന് ചോദിക്കും. അതുണ്ട്, വല്യമ്മ എന്ത് പറഞ്ഞാലും എന്റെ സൈഡ് തന്നെയാ. അതുപോലെ തന്നെ അമ്മയെ നിൽക്കുന്നേ. എങ്ങനെ അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തോണ്ടിരിക്കുക അവരൊക്കെ ഇവിടെ. അതുകൊണ്ട് ആ കാര്യത്തിൽ അമ്മ പേടിക്കേണ്ടെന്ന് പറയണം. ആ സമയം അകത്ത് ദേവയാനിയും ജാനകിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ജാനകി ദേവയാനോട് പറഞ്ഞു, എന്നാലും നന്ദു ഈ വീട്ടിലേക്ക് കൊണ്ടുവരാത്തതിന്റെ ദേഷ്യം ഇപ്പോഴും എനിക്ക് നന്നായിട്ടുണ്ടെന്ന് പറയാണ്. ഒരു പക്ഷേങ്കില് കല്യാണത്തിന് മുമ്പ് അച്ഛനും അമ്മയും അവരുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞായിരുന്നെങ്കിൽ അനാമികമോളുമായിട്ടുള്ള വിവാഹം ഒരു കാരണവശാലും നടക്കില്ലായിരുന്നു പറയണം. ദേവേനോ പിന്നെ എന്നും പറഞ്ഞിട്ട് അത് നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ഇല്ല അടുത്ത് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അച്ഛനെ അമ്മേനെയൊക്കെ കയ്യിലെടുക്കാനായിട്ട് അവൾക്ക് ഭയങ്കര മിടുക്ക ആ നയനയ്ക്ക്. അവൾ ഒറ്റയെടുത്ത് എല്ലാത്തിനും കാരണം എന്ന് പറയണം. ദേവേനെ പറഞ്ഞു, കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാത്തിനിട്ടും, പോയിട്ടൊന്ന് വന്നോട്ടെ എന്ന് പറയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ അനാമികമോള് മനഃപൂർവ്വം താഴ്ത്തി കെട്ടാനും രണ്ടുപേരും കൂടെ ഹണിമൂൺ പോകുന്നേ. ഇത്രയും നാളത്തിന് ശേഷമല്ലേ ഇപ്പോഴല്ലേ അവൾക്ക് ഹണിമൂൺ ട്രിപ്പ് ഒക്കെ പോകാൻ തോന്നേ. കാരണം എന്താ, അനാമികമോളുടെ മനസ്സിനെ ഒന്ന് വേദനിപ്പിക്കണം. അത് മാത്രം അവളുടെ മനസ്സിലെ ആഗ്രഹമുള്ളൂ. അല്ലാതെ മറ്റൊന്നും ഇല്ലാന്ന് പറയണം അവളുടെ ഒരു ഹണിമൂൺ ട്രിപ്പ്. അപ്പോഴാണ് രേവതി അനാമികയോട് അങ്ങോട്ട് കയറുന്നത്. ആഹാ, രേവതിയോ, എന്ത് പറ്റി പതിവില്ലാതെ? അതെ, ഇടയ്ക്കിടയ്ക്ക് മോളെ കാണുമെന്നൊന്നും തോന്നും, അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന. അധിക ദിവസം ഇവളെ പിരിഞ്ഞിരുന്നിട്ടല്ലോ, അതുകൊണ്ട് ഒരു വിഷമം കാണണം ഇങ്ങോട്ട് വന്നാന്ന് പറയണം. വാ ഇരിക്കാനൊക്കെ പറയാണ്. അല്ല എന്ത് പറ്റി അനാമികകളുടെ മുഖവും അല്ലായിരിക്കണേ? ഒന്നുമില്ല, അവൾ വന്നപ്പോ ഓരോ പരാതികളും പരിഭവങ്ങളും ഇങ്ങനെ പറഞ്ഞാന്നറിയേ. പരാതി എന്തു പറ്റി? അല്ല, മാസങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞ
നയനെ ആദർശം ഹണിമൂൺ ട്രിപ്പ് പോവാ. പക്ഷെ ഇതുവരെ ആയിട്ടും അനാമികമോളും അനിയും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോയിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടോ അനാമിക പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലമ്മേ, എനിക്ക് എന്നോട് ഇപ്പോഴും ഒരു താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ ഹണിമൂൺ ട്രിപ്പ് പോകുന്നതെന്ന് ചോദിക്കാം. കേട്ടില്ലേ മോള് പറഞ്ഞത്? എന്ത് ചെയ്യാൻ പറ്റും? കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായെന്ന് പറഞ്ഞിട്ടും എനിക്കിതിരായിട്ട് ഇവരോട് ഒരു താല്പര്യമില്ല. പിന്നെ മറ്റുള്ളവരൊക്കെ പോകുന്ന കാണുമ്പോൾ പെൺകുട്ടിയല്ലേ, പെൺകുട്ടികൾ അവർക്കും ചില ചില മോഹങ്ങളൊക്കെ മനസ്സിലുണ്ടാകത്തില്ലെന്ന് ചോദിക്കും. പക്ഷേങ്കിൽ എൻ്റെ മോള് പറഞ്ഞു ഇപ്പോഴെന്താണെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയാം. ഇത് കേട്ടാ പെട്ടെന്ന് ജാനകി പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല ദേവയാനി ചേച്ചി, ഒന്ന് ആലോചിച്ച് വെക്കേ. ഇവരുടെ മുത്തശ്ശനെ വലിയൊരു അസുഖം ബാധിച്ചിരിക്കുക. ആ സമയത്ത് ഇങ്ങനത്തെ ട്രിപ്പുകളും പ്ലാനുകളും ഒക്കെ നടത്തുന്നത് ശരിയാണോ? ഒന്ന് ആലോചിക്കേ. ഈ സമയത്ത് ഒന്നുമല്ലേലും പ്രാർത്ഥിക്കുകയോ ചെയ്യണ്ടേ മുത്തശ്ശന് ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടിയിട്ട്? പോരാത്തേന് ഇത് മണ്ഡലകാലമൊക്കെ അല്ലേ, ഈ സമയത്ത് നോയമ്പെടുത്ത് മലയ്ക്ക് പോവുക ചെയ്യണ്ടേ? അതൊക്കെ ചെയ്യണ്ടേന്ന് പറയാം. ഇത് കേട്ടൻ ദേവേനെ ഒന്ന് ആലോചിച്ചു. അതൊക്കെ രേവതിയുടെ ഒരു തന്ത്രമായിരുന്നു. കാരണം മലയ്ക്ക് വിടാനായിട്ട്, ആദർശിനെ മലയ്ക്ക് വിടാൻ ഒരു തന്ത്രമായിരുന്നു അത്. പക്ഷെ ദേവേനിക്ക് ജനയ്ക്ക് മനസ്സിലല്ല. പെട്ടെന്ന് ദേവേന പറഞ്ഞു, അത് കൊള്ളാം, മലയ്ക്ക് വിടാൻ നല്ല കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ തവണ അവനെ അങ്ങോട്ട് മലയ്ക്ക് വിട്ടേക്കാന്ന് പറയാം ആദർശിനെ. എല്ലാ തവണ ഇവിടെ ഇത് ജയേട്ടനാണെങ്കിലും എല്ലാരും മലയ്ക്ക് പോകുന്ന. ഇത് കേട്ടപ്പോഴത്തേനും ജാനകിയും പറഞ്ഞു, ശരിയാ, ആ ജേട്ടനും പോകുന്ന മലയ്ക്ക്, ആ കൂടെ ആദർശം പോവാറുണ്ടെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഈ തവണ മലയ്ക്ക് പോട്ടെ, അതൊരു നല്ല കാര്യമല്ലെന്ന് വയ്ക്കും അച്ഛന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട്. അത് മാത്രമല്ല അവരുടെ ട്രിപ്പ് അങ്ങനെ മുടക്കുകയും ചെയ്യലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു രേവതിക്കും അനാമിക്കും ഉണ്ടായിരുന്നേ. ദേവേനയും ജാനകിയും ഒന്ന് പരസ്പരം നോക്കി. ജാനകി പറഞ്ഞു, അത് നല്ല ഐഡിയ, എടുത്തി പറഞ്ഞ നല്ല കാര്യമാണ്. അങ്ങനെ ആ ട്രിപ്പ് അങ്ങ് മുടക്കുകയും ചെയ്യാം, അവൾക്കൊട്ടൊരു പണി കൊടുക്കുകയും ചെയ്യാം. ഈ സമയം ഇതൊന്നും അറിയില്ലാതെ കനകയുടെയും ഗോവിന്ദന്റെയും വീട്ടിൽ നിന്ന് ആദർശൻ നയനും കൂടെ പോരാനായിട്ട് ഇറങ്ങുവാണ്. അപ്പൊ കനക പറഞ്ഞു, മോളെ പോയിട്ട് വന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ വിളിക്കണം കേട്ടോ, അത് പിന്നെ പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കണം. ഗോവിന്ദൻ പറഞ്ഞു, അതെ, അവിടെ നല്ല തണുപ്പുള്ള സ്ഥലമല്ലേ, അതൊന്നും കുഴപ്പമില്ല അച്ഛാ, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോണേന്ന് പറയണം. പിന്നെ അറിയാലോ എനിക്ക് ശ്വാസം മുട്ടുണ്ട്, അപ്പൊ അതിൻ്റെതായ രീതി നോക്കി കണ്ടു നിൽക്കുവോളെന്ന് പറയണം. എന്നാൽ ശരി, പിന്നെ പോയിട്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ടാ വരുന്നത്, ഇവിടുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ സന്തോഷത്തോട് കൂടിയിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും കനികയും ഗോവിന്ദനും പറഞ്ഞു, ഇനി ഇതുപോലൊരു സന്തോഷം നമ്പിക്കും കൂടെ ഉണ്ടായാൽ മതിയായിരുന്നു, അബി അവളെ മനസ്സിലാക്കിയാൽ മതിയായിരുന്നു, നല്ലൊരു ജീവിതം കിട്ടിയാൽ മതിയായിരുന്നു പറയണം. അങ്ങനെ അവർ രണ്ടും വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ദേവേനയും ജാനകിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ജാനകി ദേവേനോട് പറഞ്ഞു, അതേ വരുന്നുണ്ട്, ഇതെങ്ങ് നോക്ക്, രണ്ടെണ്ണം കൂടെ വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ ആദർശം നയനയും കൂടെ അങ്ങോട്ട് വരുവാണ്. വന്നു കഴിഞ്ഞത്തേനും ആദർശം പറഞ്ഞു, അതേ നയനയുടെ വീട് വരുന്നു പോയതാ, ഇനിയിപ്പം കൊണ്ടാനുള്ള പലഹാരങ്ങളൊന്നും മേടിക്കണ്ട, എല്ലാ പലഹാരങ്ങളും വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടണമെന്ന് പറയാണ്. ദേവേന പറഞ്ഞു, ഹണിമൂൺ ട്രിപ്പ് പോകുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഈ സമയത്ത് വേണോ ആദർശേനെ ചോദിക്കുക. ഇത് കേട്ടോ ആദർശ് പറഞ്ഞു, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇത് മണ്ഡലകാലം അല്ലേ, ഇത് നിന്റെ മുത്തശ്ശന്റെ ആരോഗ്യം അതൊക്കെ നോക്കണ്ടേ, നിന്റെ മുത്തശ്ശന് സൗഖ്യമാവുകയാണെങ്കിൽ, പെട്ടെന്ന് തന്നെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുവാണെങ്കിൽ നിന്നെ ശബരിമലയ്ക്ക് വിട്ടേക്കാന്ന് ഞാനൊന്ന് നേർച്ച നടന്നിട്ടുണ്ടെന്ന് പറയാം. ഇത് കേട്ടോ ആദർശം, അതിനെന്താ കുഴപ്പം, ശബരിമലയ്ക്ക് പോവാലോ, അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലോന്ന് പറയാം. ഇത് കേട്ടതും ദേവേന പറഞ്ഞു, പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ? എത്രയും പെട്ടെന്ന് തന്നെ പോണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആദർശം, ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പൊക്കെ ഒന്ന് പോയിട്ട് വന്നോട്ടെ, പിന്നെ മലയ്ക്ക് പോവാലോ. അത് പോരാ, നാളെ തന്നെ മാല ഇടണമെന്ന് പറയാം. നാളെ തന്നെ മാല ഇടാനോ? അമ്മ ഇത് എന്ത് വർത്താനമ്മ പറയണമെന്ന് ചോദിക്കും. നാളെ ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കല്ലേ, അമ്മയ്ക്ക് അറിയില്ലേന്ന് ചോദിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദർശേ, ഞാൻ നേർച്ച അറിഞ്ഞിരിക്കുന്ന നാളെ തന്നെ നിന്നെ മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടേക്കാന്ന്. നേർച്ച അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുടക്കാൻ പറ്റില്ലെന്ന് പറയാണ്. ആദർശ, അമ്മ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കും. എന്താടാ, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിനക്ക് നിന്റെ മുത്തശ്ശന്റെ ആയുസ്സും ആരോഗ്യമാണോ പ്രാധാന്യം, അതോ ഹണിമൂൺ ട്രിപ്പ് ആണോ എന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആദർശ് പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ടൊരു തീരുമാനം പറയാം എന്നും പറഞ്ഞുകൊണ്ട് നയനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ജാനകി പറഞ്ഞു, അവന്റെ മുഖം മാറിയത് കണ്ടോ, അവനൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കണ്ടോ, മുറിയിൽ ചെന്ന് കഴിയുമ്പോൾ മിക്കവാറും അവളുണ്ടല്ലോ ആ നയന എന്തേലും കുരുപ്പുതരം ഒപ്പിക്കാനായിട്ട് വഴിയുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ അവളുടെ മുഖം മാറിയത് കണ്ടില്ലേ, രണ്ടിനും അങ്ങോട്ട് സൂചിച്ചിട്ടില്ലെന്ന് പറയണം. ദേവേനെ പറഞ്ഞു, സൂയിക്കായിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളേ, അവറ്റകളെ വിടുന്ന കാര്യം എനിക്കറിയാന്ന് പറയാണ്. എന്റെ മോനായതുകൊണ്ട് പറയല, ഇത്രയും കാലം ഞാൻ പറയുന്ന അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടിരുന്നവനാ, ഇപ്പൊ അവന്റെ സ്വഭാവം പാടെ അങ്ങോട്ട് മാറി എന്നൊക്കെ പറയാണ് ദേവേനി. ആ സമയം മുറിയിലേക്ക് നയനെ ആദർശം കൂടെ ചെന്നു. ആദർശം, എനിക്കറിയാം മനഃപൂർവ്വം ഇത് അമ്മ പ്ലാൻ ചെയ്താന്ന് പറയണം. നയന പറഞ്ഞു, പോട്ടെ ആദർശേട്ടാ, അതൊന്നും ഓർത്ത് ആദർശേട്ടൻ വിഷമിക്കണ്ടെന്ന് പറയണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയാന്ന് പറയണം. നയന പറഞ്ഞു, മാലയിട്ട് മലയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ മലയ്ക്ക് പോകണം, അതിനെന്താ കുഴപ്പമിരിക്കണേന്ന് ചോദിക്കാം. എന്നാലും
എനിക്കെന്തോ ഇത് മനഃപൂർവ്വം അമ്മയുടെ പ്ലാനാന്ന് തോന്നുന്നത്. ചിലപ്പോൾ അതായിരിക്കും അമ്മ പ്ലാൻ ചെയ്തായിരിക്കും. നമ്മള് ഹണിമൂൺ ട്രിപ്പ് പോവാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അമ്മ ഇങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയതാ. ഇപ്പൊ ഓർക്കുക, ഹണിമൂൺ ട്രിപ്പ് ഒന്നും പ്ലാൻ ചെയ്യണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. അതാ ചേട്ടാ, മുത്തശ്ശന് വേണ്ടിയിട്ടല്ലേ അമ്മ നേർച്ച എന്ന് പറഞ്ഞ്. ഇനിയിപ്പൊ കള്ളത്തരം പറഞ്ഞാലും കുഴപ്പമില്ല. മുത്തശ്ശനും ആയുസിനും ആരോഗ്യത്തിനും നല്ലതല്ലേ ഇങ്ങനെ ഒരു നേർച്ചയൊക്കെ നേർന്ന് പോവാന്നുള്ളത്. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അമ്മയുടെ പ്ലാന് അതറിയാലോ. അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. അമ്മേനെ എരിവുരി കയറ്റാനായിട്ട് ഇവിടെ വേറെ എല്ലാരും കാണും, അറിയാലോ. ബാക്കി എല്ലാവരുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. അമ്മ അതിനകത്ത് വീണു പോയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. ആദർശ് പറഞ്ഞു, നമ്മൾ എത്ര പ്രതീക്ഷയോട് വരെ കാത്തിരുന്ന് ഇത്രയും കാലത്തിന് ശേഷം കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായി ഇതുവരെയായിട്ട് ഒരു ഹണിമൂൺ ട്രിപ്പോ കാര്യങ്ങളോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ആ പ്ലാൻ ചെയ്ത സമയം ഇങ്ങനെയായി പോയല്ലോ എന്ന് പറയാണ്. അതെ, അതൊക്കെ ഓർത്ത് ഇനി ആദർശാണ് എന്തിനാ വിഷമിക്കണേ? എനിക്ക് സങ്കടമൊന്നും ഇല്ലെന്നേ. പോയിട്ട് വാ, മലയ്ക്ക് പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഹണിമൂൺ ട്രിപ്പോ എവിടെ വേണേലും യാത്ര പോകാലെന്ന് പറയണം. പിന്നീട് ആദർശ് പറഞ്ഞു, നിനക്ക് സങ്കടമൊന്നും ഇല്ലെന്ന് ചോദിക്കണം. സങ്കടം ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊരു വിഷമമുണ്ട് യാത്ര മുടങ്ങിയതിന്റെ. പക്ഷെ മുത്തശ്ശിന്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ടല്ല മലയവിടുന്ന്. പോരാത്തന്നെ ഭഗവാന്റെ കാര്യല്ലേ. ഭഗവാന്റെ കാര്യത്തില് നമ്മൾ ഒരു മുടക്കവും വരുത്തില്ലെന്ന് പറയണം. ശരിയെന്ന് പറയാം. പിന്നീട് ആദർശ് നയനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം. ആ സമയത്ത് ദേവേന ഇവരോട് വരുന്നേ. കതവ് തുറന്നു കിടക്കുമായിരുന്നു. ദേവേനെ കണ്ട് അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവേനി പെട്ടെന്ന് അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അല്ല ഇതെന്താ നീ ചോദിക്കണം. പെട്ടെന്ന് ആദർശ് നയനെ അങ്ങോട്ട് മാറി. അതെ, ഇനി മുതല് നീ ഇവിടെ കിടക്കണ്ട. മാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കിടന്നാ മതി എന്ന് പറയണം നയനയോട്. നയന പറഞ്ഞു, അത് കുഴപ്പമില്ലമ്മേ, ഞാൻ താഴെ കിടന്നോളാം എന്ന് പറയണം. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, അമ്മേ മാല ഇട്ടെന്ന് ഓർത്തോണ്ട് ഇപ്പൊ എന്താ കുഴപ്പമിരിക്കണെന്ന് ചോദിക്കുകയാണ്. മാല ഇട്ടാ കുഴപ്പമൊന്നുമില്ല. അല്ല മാല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് നീ കല്യാണം കഴിച്ചിട്ട് നീ മാല ഇട്ടില്ല. പക്ഷെങ്കില് കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ടാ മാല ഇടുന്നത്. അപ്പൊ മാറി കിടക്കണമെന്ന് പറയാം. അല്ല കുഴപ്പമില്ല, 10 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇങ്ങനെയാ പറയണം. 10 ദിവസോ 41 ദിവസം നോയമ്പെടുത്ത് പോണം. 41 ദിവസം? അതെന്താ 41 ദിവസം? നേരത്തെ 10 ദിവസം അല്ലേ നോയമ്പെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിനു മുമ്പ് ആദർശും ജയനും അജയനൊക്കെ പോകുന്ന ദിവസം അവര് മാലയിട്ട് 10 ദിവസം തന്നെ നോയമ്പെടുത്ത അത്രയും ദിവസം നോയമ്പെടുത്ത് മാത്രം അവര് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ 41 ദിവസം. അതെന്തിനാകുമ്പോ 41 ദിവസം? അതെ, കഠിന വ്രതം എടുത്തു വേണം ഈ തവണ പോകാനായിട്ട്. അച്ഛന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കും. പിന്നെ മാലയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ നീ ഇവളും കൂടെ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടോ ആദർശ് പറഞ്ഞു, അമ്മ നാളെ അല്ലേ മാല ഇടുന്നേ, അതിന് ഇന്ന് ഇങ്ങനെ ഞങ്ങൾ നിന്നെന്നോർത്ത് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. ഇത് കേട്ടൻ ദേവേനെ പറഞ്ഞു, അതൊന്നും ശരിയാകത്തില്ല. നാളെ മാല ഇടുവാണെങ്കിൽ ഇന്നേ തൊട്ട് നോയമ്പൊക്കെ നോക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒരു മുറി കിടക്കേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കേണ്ട കാര്യമില്ല, അറിയാലോ. അമ്മേ ഞങ്ങളതിനൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തില്ലെങ്കിൽ പല കള്ളത്തരങ്ങളും ഇങ്ങനെ കാണിക്കും. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ കണ്ടല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ആദർശ് നയനെ ഒന്ന് നോക്കുവാണ്. അതെ, ഇന്ന് തൊട്ട് നീ താഴെ പോയി കിടന്നാ മതി. പറഞ്ഞു കേട്ടല്ലോ. നാളെ തൊട്ട് നോയമ്പെടുക്കണ്ട. മാല ഇട്ടതല്ലേ, മാല ഇടാൻ പോവില്ലേന്ന് ചോദിക്കും. എന്ന് പറഞ്ഞ് ദേവേനെ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന നവ്യക്കുള്ള ജ്യൂസൊക്കെ ആയിട്ട് നയന ഇങ്ങനെ നവ്യയുടെ അടുത്തേക്ക് കയറി വരുവാണ്. അങ്ങനെ കയറി വരുന്ന സമയത്ത് നവ്യ പറഞ്ഞു, ആഹാ വീട്ടിൽ പോയിട്ട് കുറെ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നല്ലേ, നാളെ പോകുമ്പോൾ കൊണ്ടുവരാനായിട്ടുള്ള അല്ല പോവാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചോന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പെട്ടെന്ന് പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല എന്ന് പറയാം. അതെന്താ? പോക്ക് ക്യാൻസൽ ചെയ്ത് ചേച്ചിന്ന് പറയണം. പോക്ക് ക്യാൻസൽ ചെയ്തോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അപ്പൊ പോക്കെല്ലാം റെഡി ആയിട്ട് വെച്ചിരുന്നല്ലായിരുന്നോ? പിന്നെ എന്താ പറ്റി പെട്ടെന്ന്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നയനെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, അതെ മണ്ഡലകാലം അല്ലേ, ആദർശന്റെ മുത്തശ്ശിന് വേണ്ടിയിട്ട് അമ്മ നേർച്ച ചേർന്നിട്ടുണ്ട് ശബരിമലയ്ക്ക് വിട്ടേക്കാന്ന് ആദർശനെ. അതുകൊണ്ട് നാളെ ആദർശേട്ടൻ മാല ഇടുവാന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവ്യയിലൊരു ഞെട്ടലുണ്ടായി. നവ്യയ്ക്ക് മനസ്സിലായി ഇത് മനഃപൂർവ്വമുള്ള ട്രാപ്പാന്നുള്ള കാര്യം, ദേവേന ട്രാപ്പാന്നുള്ള കാര്യം. അപ്പൊ അത് കേട്ട് നവ്യ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. നവ്യ ഇനി എന്തെങ്കിലും കുതന്ത്രം പ്രയോഗിക്കുമെന്ന് അറിയത്തില്ല ആദർശിനെ മലയ്ക്ക് വിടാതിരിക്കാൻ വേണ്ടി. കാരണം ഇത് ട്രാപ്പാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നവ്യ വെറുതെ ഇരിക്കില്ല, ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കും. ആ പണി എന്താ നമുക്ക് കണ്ടറിയാട്ടോ. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതോടൊപ്പം ഇതിന് ശേഷം ഇനിയിപ്പം ബാലന്റെയും ഗോമതിയുടെയും ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും എന്ന് വേണ്ട ആ ഇഷിതയുടെയും മഹേഷിന്റെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.